ദേശീയപാതയ്ക്കായി മുറിച്ചുമാറ്റിയ നാട്ടിലേക്ക് പാതയൊരുക്കാൻ നാട്ടുകാരുടെ മനുഷ്യച്ചങ്ങല. തവനൂർ പഞ്ചായത്തിലെ കടകശ്ശേരി, വെള്ളാഞ്ചേരി, മധുരശ്ശേരി പ്രദേശത്തുള്ളവരാണ് മിനി പമ്പയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. ദേശീയപാത 6 വരിയായി മാറുന്നതോടെ മധുരശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി പ്രദേശങ്ങളിലുള്ളവർക്കുണ്ടാകുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. നിലവിൽ മിനിപ്പമ്പയിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം വൺവേ സംവിധാനത്തിലാണ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം. 6 വരി പാത പൂർത്തിയാകുന്നതോടെ എടപ്പാൾ ഭാഗങ്ങളിൽ നിന്നും മധുരശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി പ്രദേശങ്ങളിലേക്ക് എത്താൻ അയങ്കലം വഴി 4 കിലോമീറ്ററിലധികം കറങ്ങി സഞ്ചരിക്കേണ്ടി വരും. പ്രദേശത്തെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെയാണ് മിനിപ്പമ്പ ജംഗ്ഷൻ മുതൽ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വരെ 2000-ലധികം പേർ ചേർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മനുഷ്യച്ചങ്ങല തീർത്തത്. റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ സമരത്തിനെത്തിയവരെ പോലീസ് റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. പാത കടന്നു പോകുന്ന വഴിയിലെ ഇരുവശവുമുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു. മധുരശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി സമരസമിതി പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി. ദേശീയപാത നിർമ്മാണത്തിന് ആരംഭത്തിൽ മുറിച്ചുമാറ്റിയ മധുരശ്ശേരി റെസ്ക്യൂ ഹോം റോഡിൽ മേൽപ്പാലം നിർമ്മിക്കുക, മിനിപ്പമ്പിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൽ എല്ലാത്തരം വാഹനങ്ങൾക്കും ഇരുഭാഗത്തേക്കും യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. നമ്മൾ ഈ പുതുതായി നിർമ്മിക്കുന്ന മേൽപ്പാലം ആക്കുകയും നമുക്ക് ആവശ്യമായ ബസ് റൂട്ട് സൗകര്യം, ഇല്ലാതായ ബസ് റൂട്ട് സൗകര്യം പുതുക്കി തരണമെന്നുമായിരുന്നു ഒന്നാമത്തെ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെയാണ് റെസ്ക്യൂ ഹോമിൻ്റെ അവിടെ കട്ട് ചെയ്ത മധുരശ്ശേരി റെസ്ക്യൂ ഹോം റോഡ് കട്ട് ചെയ്ത ഭാഗത്ത് പുതുതായി ഒരു മേൽപ്പാലം നിർമ്മിച്ചു തരണമെന്ന 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നമ്മൾ ഈ സമരത്തിന് ഇറങ്ങി തിരിച്ചത്. നമ്മളിവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും MLA, MP അടക്കമുള്ള, അതുപോലെ തന്നെ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെയും എല്ലാ നേതാക്കന്മാരെയും ഈ സമരസമിതി നേരിട്ട് സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷമങ്ങളെല്ലാം അവരെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ പണി ആരംഭിച്ചതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് നടപ്പിലാക്കുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റുന്നവരെ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ ആ ബസ് റൂട്ട് പോയിരുന്ന റോഡാണ് ഇവർ ഈ NH 66 വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ മേലെ മേൽപ്പാലം പണിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഞങ്ങളെ ഈ 3000-ഓളം കുടുംബങ്ങൾ മാത്രമല്ല, പരോക്ഷമായി തവനൂർ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ പാലം വരുന്നത് കൊണ്ട് ഉപകാരമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 5-6 വാർഡുകൾ നിലവിൽ ഇതുകൊണ്ട് ഈ പാലം റോഡ് കട്ട് ചെയ്തുകൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ്. ഇത് ഞങ്ങൾ ഈ സമരം ശരിക്ക് ഈ സമരം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഞങ്ങളെ ആവശ്യം പറഞ്ഞത് ന്യായമാണ്. ഈ ന്യായമായ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിന്റെ ഗൗരവം അത്രത്തോളം ആളുകൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ സൂചിപ്പിച്ചു 1000 പ്രതീക്ഷിച്ചതിൽ 2000-ഓളം ആളുകൾ ഇന്ന് ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഗൗരവം ഇത് അത്രത്തോളം ഗൗരവമേറിയതാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, അയങ്കലം പോയി വെള്ളാഞ്ചേരിക്കാർ അയങ്കലം പോയി തിരിച്ച് കുറ്റിപ്പുറം കയറുമ്പോൾ അയങ്കലം പോയി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഏറ്റവും കൂടുതൽ കാരണം ചില വെള്ളാഞ്ചേരി, മധുരശ്ശേരി ആളുകളുടെ ടൗൺ എന്ന് പറയുമ്പോൾ കുറ്റിപ്പുറമാണ്, ടൗണിലൊന്നുമല്ല. അപ്പോൾ അവർ എപ്പോഴും വന്നു പോകുന്നത്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും എന്തും അവർ വന്നു പോകുന്നത് ഈ കുറ്റിപ്പുറം പ്രദേശത്താണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന അവർ തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തും കൂടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ ഉദ്ഘാടനം ചെയ്തു. ഖാദർ കൂനത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, BG ശ്രീജിത്ത്, റാഫി, ശ്രീനിവാസൻ, M ജയരാജ്, അബു സ്വാലിഹ് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, കുറ്റിപ്പുറം.